നിലവിൽ ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന 5 AI ടൂളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 5 AI ടൂളുകളെ ഞാൻ ദിനേന ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ 5 AI ടൂളുകൾ ഞാൻ ദിനേന ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LM ആണ്. നോട്ട്ബുക്ക് LMനെ കുറിച്ച് കുറേ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. നോട്ട്ബുക്ക് LMൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെൽഫ് ലേണിംഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് LM ആണ്. നമുക്ക് എന്താ വെച്ചാൽ അവിടെ വെച്ചിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ കസ്റ്റമൈസ്ഡ് ആയ ടീച്ചേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൊടുത്തു. നോട്ട്ബുക്ക് കൂടുതലായിട്ടും സ്റ്റുഡൻസിനാണ്, പക്ഷേ സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ ലൈഫ് ലേണിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോട്ട്ബുക്ക് LM നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ എന്ത് സബ്ജക്റ്റ് കൊടുത്താലും അത് 2 പേര് ക്ലാസ് എടുത്ത് തരിക. ഒരാൾ നിങ്ങൾക്ക് വിത്ത് വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് നിർമ്മിച്ചിട്ട്, മൈൻഡ് മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ 2ആയിട്ട് തരംതിരിക്കും. പിന്നെ ആ സബ്ജക്റ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി, പിന്നെ ഓപ്ഷൻ എയിൽ വീണ്ടും 3 എലമെൻറ്റ്. അതായത് നമുക്ക് എൻ്റയർ ചാപ്റ്റർ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററോ എന്തെങ്കിലും കാര്യം പഠിച്ച ശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടാൻ ഒരു മൈൻഡ് മാപ്പ് നിർമ്മിച്ചെന്നുണ്ടാകും. അത്തരത്തിലുള്ള അനേകം ഫീച്ചേഴ്സ്. ഒരു കാര്യം കൂടി നോട്ട്ബുക്ക് LMൽ എടുത്ത് പറയേണ്ടതാണ്, അവരുടെ പ്രസൻറ്റേഷൻസ്. അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റേഷൻസ് നമ്മൾക്ക് മലയാളത്തിലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പ്രസൻറ്റേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വിഷ്വൽ എലമെൻറ്റ്സ് കൂടുതലാണ്. നമുക്ക് പലപ്പോഴും ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഒരുപാട് വിഷ്വൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സെൽഫ് ലേണിംഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് LM നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ നൈബേഴ്സ് ആയിട്ടോ കസിൻസ് ഉണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങൾ നോട്ട്ബുക്ക് LM പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും നോട്ട്ബുക്ക് LM ഉപയോഗിക്കാം. യൂട്യൂബിൽ ഏതെങ്കിലും നല്ല ടഫായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഒക്കെ നോട്ട്ബുക്ക് LMന് കൊടുക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഡീപ്പ് റിസർച്ച് നടത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലും ആ കോണ്ടെക്സ്റ്റിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് നോട്ട്ബുക്ക് LM. രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ഗാമയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പല കോണ്ടെക്സ്റ്റുകളിലും ഒരുപാട് പ്രസൻറ്റേഷൻസ് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ പലപ്പോഴും മാനുവലായിട്ട് നിർമ്മിക്കാൻ ഒരിക്കലും സമയം കണ്ടെത്താൻ ശ്രമിക്കാറില്ല. എപ്പോഴും AI ടൂളിൻ്റെ സഹായത്തോടെയാണ് ശ്രമിക്കാറ്. ഗാമ ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റേഷൻസ് ഏറ്റവും നല്ല ബെസ്റ്റ് AI ടൂളാണ്. ഗാമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് AIൻ്റെ സഹായത്തോടെയും മാനുവലായിട്ട് നമുക്കിതിൽ എഡിറ്റിംഗ് വരുത്താൻ പറ്റും എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് ചില സമയത്തൊക്കെ പ്രസൻറ്റേഷൻസ് നിർമ്മിക്കുമ്പോൾ ആശയം മാത്രമേ ഉണ്ടാവുക, അതിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആളുകൾ അത് ChatGPTയിലോ ജെമിനയിലോ പോയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഗാമയുടെ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള ആശയം അത് കൊടുത്താൽ മതി. അത് തന്നെ അതിന് വേണ്ട സ്ലൈഡുകൾ നിർമ്മിക്കും, അതിന് വേണ്ട പ്രസൻറ്റേഷൻസ് നിർമ്മിക്കും. ഇനി ഇതൊക്കെ കിട്ടിയ ശേഷം നമ്മൾക്ക് എന്തെങ്കിലും മാനുവലായിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത ഗാമയുടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഗൂഗിൾ സ്ലൈഡിലേക്ക്, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസിലേക്ക് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഗാമയുടെ എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് ഒരുപാട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട AI ടൂൾ എന്ന് പറഞ്ഞാൽ ഗാമയാണ്. നമുക്ക് ജെമിനായി വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാൻ സാധിക്കും. അതിന് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷൻസ് നിർമ്മിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഗാമയാണ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ സജഷനാണ് ജെമിനായാണ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ് കേസുകൾ ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ChatGPT ആയിരിക്കും, ചില ആളുകൾ ജെമിനായി ആയിരിക്കും, ഗ്രോക്ക് ആയിരിക്കും, ഡീപ്സീക്ക് ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് ജെമിനായി ആകേണ്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും റിസൾട്ടുകൾ കിട്ടുന്നത് അപ് ടു ഡേറ്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ലോക്കലൈസേഷൻ നന്നായിട്ട് ജെമിനായിക്ക് അറിയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള ഔട്ട്പുട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടുമെന്നുള്ളതാണ് ജെമിനായിയുടെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ജെമിനായിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലോക്കലൈസേഷൻ അറിയുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റുകൾ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അത് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരുന്നുണ്ട് എന്നുള്ളതാണ് ജെമിനായിൽ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ പലപ്പോഴും റിസൾട്ടുകൾ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ, പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ജെമിനൈനാണ്. നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ മലയാളം നന്നായിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റ് AI ടൂൾ ഇസ് ജെമിനായി. നാലാമത് ഞാൻ ഉപയോഗിക്കുന്ന AI ടൂള് എന്ന് പറയുന്നത് ജെമിനായിൽ നിന്നുള്ള മറ്റൊരു ഫംഗ്ഷനാണ് നാനോ ബനാന അല്ലെങ്കിൽ ഇമേജ് ക്രിയേഷൻ.
അതായത് പലപ്പോഴും പോസ്റ്റേഴ്സ് മേക്കിങ്, തമ്പനെയിൽ മേക്കിങ്, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് കൊടുത്താൽ അത് വെച്ചിട്ടൊരു ഇമേജുകളൊക്കെ നിർമ്മിച്ച് തരാൻ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് നാനോ ബനാന വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ജെമിനൈയുടെ ഇമേജ് ക്രിയേഷനാണ്. മലയാളത്തിലൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യും, നാനോ ബനാന വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു AI വെച്ചിട്ട് എങ്ങനെ പോസ്റ്റേഴ്സൊക്കെ മേക്ക് ചെയ്യാമെന്നുള്ളത്. നാനോ ബനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ് വെച്ചിട്ട് ഓരോ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ഡയമെൻഷൻ മാറ്റണം, കണ്ടന്റ് മാറ്റണം, ടൈറ്റിൽ മാറ്റണം, ടൈറ്റിലിൻ്റെ സ്റ്റൈൽ മാറ്റണം, ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരുന്നതാണ് ജെമിനൈയിലുള്ള നാനോ ബനാന ഇമേജ് ക്രിയേഷൻ. നിങ്ങൾ ചെറുകിട ബിസിനസ്സുകാരാണെങ്കിൽ അല്ലെങ്കിൽ സംരംഭകരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ജെമിനൈയുടെ നാനോ ബനാന. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജെമിനൈയുടെ മറ്റൊരു ഫംഗ്ഷനാണ്, ജെമിനൈയിലുള്ള ക്യാൻവാസ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാനല്ല, നമ്മൾ പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാനും നമുക്ക് ജെമിനൈയുടെ ക്യാൻവാസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഗാമ പലപ്പോഴും പെയ്ഡായിട്ടാണ് നമുക്ക് പല സമയത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. എന്നാൽ നമുക്ക് ജെമിനൈയുടെ ഈ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ AI ടൂൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മറ്റൊരു കാര്യത്തിന് ഞാൻ ഉപയോഗിക്കുന്നത്, പല സമയത്തും എനിക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ ആവശ്യമുണ്ടാകും, വിഷ്വൽ ഡിസൈനിങ് ആവശ്യമുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഐഡി കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനോടൊരു വെബ്സൈറ്റ് നിർമ്മിച്ച് തരാൻ പറയും, ഡമ്മി വെബ്സൈറ്റുകൾ നിർമ്മിച്ച് തരാൻ പറയും. ഇനി അതേപോലെ തന്നെ ചില സമയത്ത് ബ്രോഷേഴ്സ്, അതേപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ എനിക്ക് നിർമ്മിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ജെമിനൈയുടെ ക്യാൻവാസ് ആണ്. ഇതിൽ മലയാളം ഇംഗ്ലീഷും ഏതും വർക്ക് ചെയ്യും. പിന്നെ ഡിസൈൻ ഔട്ട്പുട്ട് ഇതിന്ന് കിട്ടുന്നതും ഭയങ്കര അക്യുറേറ്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റ് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതേ SEO ഒക്കെ ഉള്ള നല്ല വെബ്സൈറ്റ് നിർമ്മിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയത്ത് വെബ്സൈറ്റ് നിർമ്മിക്കാന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കൊടുക്കുക. ഇത്തരത്തിലുള്ള റിച്ച് ഡിസ്ക്രിപ്ഷൻ, SEO ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ള വെബ്സൈറ്റ് നിർമ്മിച്ച് തരാൻ പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ, അപ്പോഴും നിങ്ങൾക്ക് ഈ ജെമിനൈയുടെ ക്യാൻവാസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ 5 AI ടൂളുകളാണ് ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കൽ. ഇതേപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള 5 AI ടൂളുകൾ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റിൽ പറയാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.